എന്തുകൊണ്ടല്ലോ ആയിക്കോ. ബെല്ലാരി, ആരടാ നീ? അവിടെ വന്ന് പറയണോ അതോ ഇവിടെ നിന്ന് പറഞ്ഞാ മതിയോ? ഡേയ്, അവനെ ഇങ്ങോട്ട് കയറ്റിവിട്. എന്താ ഇത് ബെല്ലാരി? സെക്യൂരിറ്റികളുണ്ട്, റൗഡികളുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തിറങ്ങാൻ അത്രയ്ക്ക് പേടിയാ? നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാടോ, ബെല്ലാരി. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഒരു പേരും കിട്ടാത്തോണ്ടാണ് സ്ഥലപ്പേരിട്ടിരിക്കുന്നത്? മാറ്റടോ. നിന്റെ തല ഞാൻ തെറിപ്പിക്കും. മറിക്ക്. ആരാടാ നീ? രാജ്, ബെറ്റിംഗ് രാജ്. ആദ്മി കം, റിസ്ക് സ്യാദ. തുറന്നു പറയാം, നിങ്ങളുടെ മോളെ എപ്പോ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ കണ്ടു എന്നൊന്നും അറിയണ്ട. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നത്. बेबी, दूध में चावल मिले तो खीर कहते हैं, और तुम जैसे प्रेमी मिले तो तकदीर कहते हैं. I love you. Bye, uncle. ഇത് ധൈര്യമുണ്ടെങ്കിൽ രാജാവാകാം എന്ന ടി വി റിയാലിറ്റി ഷോ ആണ് സാർ. Yes, baby, that's it. സെലിബ്രിറ്റിക്ക് ഷോക്ക് എന്ന പേരിൽ ഇത് സൺഡേ ടി വിയിൽ. സോറി സാർ. വളരെ നന്നായിരുന്നു സർ. സോറി സാർ, ഈ പ്രോഗ്രാമിൽ സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്ത് സാർ വിജയിച്ചതുകൊണ്ട് സർഫ് എക്സൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ എവിടെ? Concept conceived and directed by EVV Potti. ഈ സർഫ് എക്സലിൽ മുക്കി ഇവനെ വെളുപ്പിച്ചെടുക്ക. എന്ത് പറ്റി? സർഫ് എക്സൽ കൊണ്ട് തുണി കഴിക്കൊണ്ടിരുന്നപ്പോ കാല് തന്നെ വീണതാ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാരെങ്കി? എന്റെ അനിയത്തിയുടെ ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ ജീവിച്ചോടെ. നിന്റെ അനിയത്തിയുടെ ഡ്രസ് ഞാൻ അലക്കാനാ? നിന്റെ അനിയത്തി ഉടുക്കുന്ന തുണിയാണെന്ന് വിചാരിച്ചിരിക്കാൻ മോനെ. ടെന്റ് അടിക്കുന്ന ക്ലോത്ത് അല്ലേ അത്? അത് അലക്കുന്നിടത്ത് കൊടുത്താ പോരെ? എവിടേക്കാ? പ്രാക്ടീസ്. ഓ, കോഫി. താങ്ക് യു. വെൽക്കം. ഹായ് ചൈത്ര, ഇന്നലത്തെ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ചീപ്പായിരുന്നു. ചീപ്പോ? അല്ലാതെ പിന്നെ നീ നിന്റെ ധൈര്യം കാണിക്കുമെന്ന് വിചാരിച്ചെടുത്ത് ചീപ്പ് ടി വി പ്രോഗ്രാം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ ചൈത്ര? നീ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തപ്പോ ഞാൻ കോമൺ സെൻസ് അപ്ലൈ ചെയ്തു. ഇത് സ്ട്രീറ്റ് സ്മാർട്ട്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ശരി, രണ്ടാമത്തെ ടെസ്റ്റായിട്ട് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിനക്ക് ഫ്ലവർ തരും. എന്റെ വീട്ടിൽ വന്നോ? എന്താ നിനക്ക് ഇത്ര സംശയം? 4 ഫ്ലോറ്, 8 ഹോള്, 20 ബെഡ്റൂം, 200-ലധികം സെക്യൂരിറ്റീസ്, കത്തിയും കൊടുവാളും അല്ലാതെ തോക്കും ഉണ്ട്. നീ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് പൂ തന്ന് പ്രപ്പോസ് ചെയ്യൂ അല്ലേ? ഡെഫിനറ്റ്. കള്ളനെ പോലെ മതിൽ ചാടിയിട്ടല്ല, നായകനെ പോലെ മെയിൻ ഗേറ്റിലൂടെ വന്ന് എല്ലാവരെയും ആട്ടിച്ചൊതുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടിച്ചോളൂ, ആരെ വേണമെങ്കിലും അടിച്ചോളൂ, പക്ഷെ നിന്നെ ആരും തൊടാൻ പാടില്ല. ഞാനും വെച്ചുവെക്കുന്നു, എന്റെ ദേഹത്ത് ഒരുത്തിനെങ്കിലും അടി വീണാൽ, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് താഴെ വീണാൽ, ഈ ലവ് മാറ്റർ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. We will see. You will see. ഫസ്റ്റ് റിയാലിറ്റി ഷോ കണ്ടല്ലോ, ഇനിയിപ്പോ റിയൽ ഷോ കണ്ടല്ലോ. Again, I wish you very bad luck. താങ്ക് യു. നീയാ? പിന്നെ ഏത് റിയാലിറ്റി ഷോ ചെയ്യാനാണ് വന്നത്? അല്ല, ഇത്തവണ റിയൽ ഷോ ചെയ്യാനാ വന്നത്. യാ, എന്റെ സ്വീറ്റ് ഹാർട്ടിന്, മേരെ ദിൽ കി ധഡ്കൻ, മേരെ ജാനോ കി പൂ കൊടുക്കാൻ വന്നത്. ശരിക്കും നിന്റെ കെയർ ഓഫ് എന്താടാ? കറേജ്, സൺ ഓഫ് വിക്കി.
ടൈം വേസ്റ്റ് ചെയ്തൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഡാർലിങ്ങിന് പൂ എടുത്തിട്ട് വരാം. ഒരടി മുന്നോട്ട് വെച്ച് നോക്കടാ. ഏയ്, നിനക്ക് ഞാനൊരു ബമ്പർ ഓഫർ തരാം. ഒരടി വെക്കുമ്പോ എന്നെ തടഞ്ഞു നോക്ക്. എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ തിരിച്ചു പോയിക്കോളാം. ഡേയ്, നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ കാലെടുത്ത് വെക്കടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ വെക്കടാ. ഉം. ഡേയ്, ഞാൻ എന്ത് തമാശ പറഞ്ഞിട്ടാണ് നീ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ കൊന്നത്തെങ്ങ് പോലുള്ള ഉയരം, ഹിമാലയം പോലുള്ള ശരീരം, ഭീമന്റെ ധൈര്യവും ഹനുമാന്റെ രൂപവും അരണയുടെ ബുദ്ധിയും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവര് തോക്കെടുത്തെന്ന് വെച്ചാ നീ വേറെ ഒരു പേടിത്തൊണ്ടനാണെന്നും എന്റെ അത്ര പവർഫുൾ അല്ലെന്നാണ് അർത്ഥം. ഡേയ്, തോക്ക് താഴെയിടാ, തോക്ക് താഴെയിടാ, തോക്ക് താഴെയിടാ. അത്ര കാണിക്കലണ്ണ, നമ്മുടെ ടൈം ഇപ്പൊ ശരിയല്ല. എന്റെ അല്ലടാ, നിങ്ങടെ. അവനകത്ത് കിടക്കാൻ സമ്മതിക്കരുത്. ആ പൂ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു നോക്ക്. Love you. राज, बेटिंग राज, आदमी कम रिस्क ज्यादा. സത്യ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ കാണുന്നത്? ആ TV ചാനലുകാരൻ വന്ന് മോക്ക് പൂ എടുത്തിട്ട് പോയതാ. അവൻ പൂവ് കൊടുത്തപ്പോ നിങ്ങൾ എന്തെടുക്കായിരുന്നു? സാറേ, അവന്റെ കയ്യിൽ ഞാൻ പൂ പിടിച്ചു വാങ്ങാൻ നോക്കി. അവൻ അടിക്കാനും ചെന്നു. എന്നിട്ട് ഇങ്ങനെ അടിച്ചോടാ? അടിച്ചു സാറേ, അവൻ ഇങ്ങനെ അടിച്ചു. Okay, girls. Bye. Bye. See you tomorrow. Okay, bye. ഇപ്പൊ കണ്ടില്ലേ നിന്നെ വീഴ്ത്താൻ എത്ര എളുപ്പമാണ്. ലെറ്റർ തന്നു, ഫ്ലവർ തന്നു, ലവ് എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കള്ളത്തരത്തിൽ ലെറ്റർ തന്നു. എന്റെ അച്ഛൻ വീട്ടിലില്ലാത്തപ്പോ ഫ്ലവറും തന്നു. ടച്ച് ചെയ്തില്ല. Sure? ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. കാണാൻ തെറ്റില്ലെങ്കിലും ജാട കൂടുതൽ. ഇത്തവണ ഞാൻ നിന്റെ അടുത്ത് വരിക മാത്രമല്ല, നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വെറും മണിക്കൂറുകളല്ല, ഒരു ദിവസം മുഴുവനായിട്ട്. നിന്റെ ജീവിതത്തിൽ ഓർമ്മിക്കാനായി ഒരു ദിവസം ഞാൻ തരാം. ഇംപോസിബിൾ. പുറത്ത് കണ്ടല്ലോ, സെക്യൂരിറ്റി ഇപ്പൊ ഡബിളാ. നോക്ക് ഡോക്ടർ മോളെ, ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയിടിഞ്ഞ് വീണാലും എന്തൊക്കെ സംഭവിച്ചാലും ഭയന്ന് പിന്മാറുന്നവനല്ല ഞാൻ. കൊന്നേക്ക് സാർ, കൊന്നേക്ക്. നിങ്ങളുടെ മോളെ രക്ഷിച്ച് പുഷ്പം പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും. സാറേ, ഇവൻ കള്ളം പറയാ, വിശ്വസിക്കരുത്. താനൊന്നും മിണ്ടായിരുന്നേ. സാർ, ഇവരെന്താ പറയാനുള്ള ഞാൻ പറയട്ടെ. ആദ്യം ലെറ്റർ എടുത്തിട്ട് TV ഷോ ആണെന്ന് പറഞ്ഞു, ഒരു പൂ എടുത്തിട്ട് റിയൽ ഷോ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നൈറ്റ് ഷോ ആണെന്ന് പറയും. ഇതൊക്കെ ഇവന്റെ ഓരോ തരികിട നമ്പറുകളാണെന്ന്. ഇതൊക്കെയല്ലേ? അതങ്ങ് വായ തുറന്നങ്ങോട്ട് പറ. സാറേ, ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇതെല്ലാം ആക്ടിങ്ങാ. നിനക്ക് പറയാനുള്ള ഞാൻ പറയാം. മറിച്ചും തിരിച്ചും മറിച്ചും അടിച്ചിട്ട് കൈ തരും.
അങ്ങനെ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് മനുഷ്യനെ വട്ടാക്കും. ഇതെല്ലാം ഇവന്റെ വേറെ ആക്ടിങ്ങിലാണെന്ന് അർത്ഥം അല്ലടോ? പറഞ്ഞു പറ. നിർത്ത. ശരിക്കും ആരാടാ നീ? സബാഷ്. ഈ ചോദിച്ചത് ഇതുവരെ ഇവരാരെങ്കിലും അന്വേഷിച്ചോ സർ? ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു? സാറേ ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. ചൈത്രമോളെ കിഡ്നാപ്പ് ചെയ്തത് ഇവനാണ്. ഹലോ, അല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചൈത്രയെ കിഡ്നാപ്പ് ചെയ്ത് ഞാനാ. എന്തിന്? നിങ്ങളുടെ ചുറ്റുമുള്ളവർ വെറും വേസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ. സർ, ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തമാരെ പോറ്റുന്നതിനേക്കാൾ എന്നെ പോലെ ജോലി ഇല്ലാത്തവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്ലിക്കേഷൻ എങ്കിലും കുറയുമല്ലോ. ചൈത്രയെ നിങ്ങൾ എവിടെയാണോ മിസ് ചെയ്തത്, ബൈക്ക് അവിടെ തന്നെ വെച്ചേക്കാം, വന്നെടുത്തു. വരട്ടെ സർ, ബൈ. സാറേ അവനെ നാളെ മുതൽ നിന്റെ പൊസിഷൻ മാറുക. പൊസിഷൻ മാറ്റി എന്ന് പറഞ്ഞാ നമ്മുടെ ജോലി പോയെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ അല്ല, നിന്റെ. ഹലോ ബെല്ലാരി, ഞാൻ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. സിഎമ്മുമായി നമ്മുടെ മാറ്റർ സംസാരിച്ചു. ഒരു ശുഭവാർത്ത പറയട്ടെ. ഗവൺമെന്റിൽ നിന്ന് ക്ലിയറൻസ് പേപ്പർ കിട്ടി. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏക തടസ്സം അതായിരുന്നില്ലേ? ഇപ്പൊ അതും സോൾവ്. ശരിയണ്ണ, ബൈ. എന്തു പറ്റിയടോ? എന്താ തനിക്കൊരു മൂഡ് ഓഫ് പോലെ? കേട്ടതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണെങ്കിലും ഒരു പ്രശ്നം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ എന്താന്ന് എനിക്കറിയാലോ. കാര്യം എന്താന്ന് പറ. ഏതോ ഒരുത്തൻ ചൈത്രയെ പ്രേമിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നത് പോലെയുണ്ട്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് വെറുതെ ആകരുത്. അവളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ടാകണം. അതിലൊരു വീഴ്ചയും വരരുത്. ജനുവരി 1 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നറിയാലോ. എനിക്ക് ഓർമ്മയുണ്ട്. ജനുവരി 1 തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാലോ? തീർച്ചയായും ഡോക്ടർ. ഞങ്ങളുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ടൈം ഞാൻ ഇൻഫോം ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഹലോ, എന്തായി ബോസ് ഡെവലപ്മെന്റ്സ്? ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കി വെക്കാൻ പറയട്ടെ. നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ ഞാൻ. ബെല്ലാരി ചൈത്ര ഇനി കോളേജിലേക്ക് അയക്കുന്നില്ല. മാരേജ് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് കാറ്റ്സ് അടക്കമുള്ള സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിരിക്കുക. നിന്റെ ഡെഡ് ലൈനും നിന്റെ ഫാദറിന്റെ ലൈഫ് ലൈനും ഇനി 3 days ആണുള്ളത്. റെഡി ടു ഫേസ് ഇറ്റ്. ബൈ. ഞാൻ എത്ര ഫോൺ ചെയ്തു നിനക്ക്? നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നു. ഞാൻ അങ്ങോട്ട് വരിക. നോ, വേണ്ട. ഈ ടൈമിൽ റിസ്ക് എടുക്കണ്ട. നോക്ക് ചൈത്രു, നീ പറഞ്ഞ 3 ടെസ്റ്റിലും ഞാൻ ജയിച്ചു. ഇനി നിന്റെ വായിൽ നിന്ന് എനിക്ക് ആ വാക്ക് കേൾക്കണം. സ്നേഹിക്കുന്ന കാര്യം ടെൻഷനിലും പ്രഷറിലും ഒന്നുമല്ല പറയേണ്ടത്. ഡിസംബർ 31 നൈറ്റ് ഞാൻ ഡാൻസ് സ്കൂളിനടുത്ത് വരും. രാത്രി 12 മണിക്ക് പുതുവർഷത്തെ ലോകമാകെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ ടൈമിൽ ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞ് പുതിയൊരു ജീവിതത്തെ ഞാൻ വെൽക്കം ചെയ്യും. ഇന്നു മുതൽ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ, താങ്ക്സ്. സാർ, രാജഗോപാലൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഡൽഹിയിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, അവിടെ നിൽക്കുക. ഡേയ്, ഇങ്ങ് വാടാ. എന്താ ഇത്? കൂൾ ഡ്രിങ്ക്സാ സാറേ. തണുപ്പില്ലല്ലോ, ഫ്രിഡ്ജ് വെച്ചില്ലേ? ഐസ് ഇട്ട് കൊണ്ടുവരാ സാറേ. പോയി ലിക്കർ ഒഴിച്ചോണ്ട് വാടാ. ഏയ്,
12 മണിയാകുന്നു. നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ആ ശരി. അതെ, മോളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നീ പോയി എല്ലായിടത്തും നല്ലപോലെ നോക്ക്. നോക്കിയതാ ഞാൻ, പക്ഷെ ഇവിടെയെങ്കിലും കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നടാ. എന്തു പറ്റി? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അതുകൊണ്ടാ. രാജ് വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വലിയ ഷോ ഒന്നും വേണ്ട, മാറി നിൽക്കാം. നിനക്കൊരു ഷോ കാണുന്നതിൽ വിരോധമുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ?